മനുഷ്യകുലത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്താമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് ഫ്രാൻസിസ് പാപ്പയായിരുന്നു. ലോകത്തെ പഠിപ്പിച്ച സഭയാണ് ഈശോ സഭ. ആ സഭ ലോകത്തിന് സംഭാവന ചെയ്ത മനുഷ്യമുഖമുള്ള പിതാവായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. മതങ്ങളുടെയും രാജ്യങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം സ്നേഹത്തിന്റെ ജ്വലിക്കുന്ന പ്രതീക്ഷയായിരുന്ന ഇടയനാണ് ഇന്നലെ വിടവാങ്ങിയത്. യുദ്ധക്കെടുതികളിലും ജീവിത പ്രതിസന്ധികളിലും പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന മനുഷ്യർക്ക് ചെങ്കടലിന് നടുവിലൂടെ വഴിയൊരുക്കിയ മോശയായിരുന്നു അദ്ദേഹം. അശരണരായ മനുഷ്യർക്കും നിരാലംബരായ സ്ത്രീകൾക്കും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾക്കും ആശ്രയവും പ്രതീക്ഷയും ആയിരുന്നയാൾ. ഒരേ സമയം ലോകത്തിലെ ചെറുപ്പക്കാരുടെ കൂടി പാപ്പയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് പാപ്പയുടെ ഒരിക്കലും കെടാത്ത ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ പ്രാർത്ഥനാപൂർവം ലോകം തലകുനിക്കുന്ന മണിക്കൂറുകളാണ് ഇത്. ആഗോള കത്തോലിക്ക വിശ്വാസം എന്നത് ഓരോ രാജ്യത്തിന്റെയും പ്രാദേശികതയുടെയും തനത് വിശ്വാസങ്ങളുടെയും കൂടി ആകത്തുകയാണ്. മാർപ്പാപ്പയുടെ കീഴിൽ വരുന്ന 23 പൗരസ്ത്യ സഭകളുടെ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ ഉൾപ്പെടുന്നതാണ് സീറോ മലബാർ സഭ. ആ സീറോ മലബാർ സഭയുടെ കേരളത്തിലെ ഒരൊറ്റ അതിരൂപതയിൽ ദൗർഭാഗ്യവശാൽ കുറച്ചു കാലങ്ങളായി നടക്കുന്ന കലഹങ്ങളിലും സഭയുടെ പരമോന്നത പിതാവിന് കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. സഭയെന്ന ഒത്തൊരുമയിൽ പോകാനും അനുസരിക്കാനും ആവശ്യപ്പെട്ട് 3 തവണയാണ് പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് സന്ദേശം നൽകിയത്. സഭ കൂട്ടായ്മയാണ്, കൂട്ടായ്മയില്ലെങ്കിൽ സഭയില്ല. നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ സഭകളാണ്, ഒരു വിഭാഗമായി മാറരുത്. അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകിയ മുന്നറിയിപ്പായിരുന്നു ഇത്. കൂട്ടായ്മയുടെ മാതൃകകളാകേണ്ട ചിലർ, പ്രത്യേകിച്ച് പുരോഹിതന്മാർ, സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാനും എതിർക്കാനും നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്നും ചർച്ചകൾ സമാധാനപരമല്ലെങ്കിൽ അവ അക്രമം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളോടായി പറഞ്ഞു. ഇതൊക്കെ ആയിരിക്കുമ്പോഴും ആരെയും പുറത്താക്കാനല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് പരിശുദ്ധ പാപ്പ ആഗ്രഹിച്ചത്. സിനഡ് തീരുമാനം എടുത്തതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ കുർബാന പരിചയിക്കാൻ നിങ്ങൾ ആവശ്യത്തിന് സമയമെടുത്തോളൂ എന്ന് പരിശുദ്ധ പാപ്പ അനുവാദം നൽകിയിരുന്നു. 2024 ജൂൺ 13 ആരംഭിച്ച് 19 തീയതി അവസാനിച്ച സിനഡിന്റെ തീരുമാനം ജൂൺ 23 സർക്കുലറായി പുറത്തു വന്നതാണ്. ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിക്കുന്ന രീതിയിലാവണമെന്ന സിനഡ് സർക്കുലർ ഒരിക്കലും ആരുടെയും ഒരു സമവായ നീക്കം ആയിരുന്നില്ല, മറിച്ച് സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള സിനഡിന്റെ ഔദ്യോഗിക തീരുമാനമായിരുന്നു. എന്നാൽ ഈ സിനഡ് തീരുമാനം വരുന്നതിന് മുൻപ് കുറെ കൂടി കർക്കശമായ നിലപാട് ആഗോള കത്തോലിക്ക സഭയുടെ ഉന്നതാധികാര സമിതികളിലൊന്ന് എടുത്തിരുന്നു എന്നതും സത്യമാണ്. കഴിഞ്ഞ ജൂലൈ 3 മുതൽ സിനഡ് കുർബാന ചൊല്ലാത്ത ഒരൊറ്റ വൈദികരെയും സഭയിൽ വെച്ചു പുലർത്തേണ്ടതില്ല എന്ന ശക്തമായ നിലപാട് വത്തിക്കാൻ സ്റ്റേറ്റിന്റെ കാർഡിനൽ സെക്രട്ടറി പിയട്രോ പരോളിനും ഈസ്റ്റേൺ ചർച്ചുകളുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലാവുദിയോ ഗുജറേത്തിയും ഉൾപ്പെടെയുള്ള സഭാ മേലധ്യക്ഷന്മാരാണ് ചേർന്നെടുത്തത്. എന്നാൽ നിർണായക സമയത്ത് സ്നേഹത്തിന്റെയും ചേർത്തു നിർത്തലിന്റെയും പാപ്പ ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞ ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഇടപെടലാണ് സിനഡിന്റെ പുതിയ തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചത്, ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും എന്ന നിലയിലേക്ക് എത്തിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക കൂട്ടായ്മയെ കൂടി വിശ്വാസത്തിലെടുക്കുകയായിരുന്നു മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജൂലൈ 13 മുതൽ 19 വരെയുള്ള സിനഡ് കൂടുന്നതും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സിനഡ് തീരുമാനം ഉണ്ടാകുന്നതും. അഭിവന്ദ്യ പാറേക്കാട്ടിൽ പിതാവിനു ശേഷം എറണാകുളം അതിരൂപതയ്ക്ക് തദ്ദേശീയനായ മെത്രാൻ എന്നതും മെത്രാപ്പൊലിത്തൻ വികാരി എന്നതും സിനഡിന്റെ ഉറച്ച തീരുമാനമാണെന്നിരിക്കെ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന നിരുത്തരവാദിത്ത പ്രവർത്തനങ്ങൾ ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നവർ പരിപൂർണമായി പിന്മാറേണ്ടത് തങ്ങളെ ചേർത്ത് പിടിച്ച ഫ്രാൻസിസ് പാപ്പായോട് ഏറെ വൈകിയെങ്കിലും പുലർത്തേണ്ട ഏറ്റവും ചുരുങ്ങിയ നീതിയാണ്. സത്യചിന്തയോടും നീതിബോധത്തോടെയുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, പൗരോഹിത്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും. ഇതാ ലോകം ആ വലിയ പിതാവിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു നിൽക്കുമ്പോൾ, കൈകൾ കൂപ്പി വിതുമ്പുമ്പോൾ, ക്രിസ്തുവിന്റെ പ്രതിപുരുഷൻ എന്ന നെഞ്ചിൽ തൊട്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലഭിക്കുന്ന ദൈവിക അവസരം കൂടിയാണിത്.